തൃശൂരിൽ കണ്ടക്ടറുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായ യാത്രക്കാരൻ മരിച്ചു. കരുവന്നൂർ സ്വദേശി പവിത്രനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ചില്ലറയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് പവിത്രനെ കണ്ടക്ടർ തള്ളി താഴെയിടുകയായിരുന്നു. കല്ലിൽ തലയിടിച്ച് വീണ പവിത്രന്റെ തല പിടിച്ച് കണ്ടക്ടർ വീണ്ടും കല്ലിലിടിച്ചതായും കുടുംബം ആരോപിച്ചു. ഊരകം സ്വദേശിയായ കണ്ടക്ടർ രതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തും. ജെയ്സൺ ചാമ്പോളപ്പിൽ നമുക്കൊപ്പം വീണ്ടും. ജെയ്സൺ, കല്ലിന് ഇടിയേറ്റോ അതോ കല്ലിൽ വീണ് പരിക്കേറ്റോ എന്നുള്ളതിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പവിത്രന്റെ മരണം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഉടൻ തന്നെ കണ്ടക്ടർ രതീഷിനെതിരെ കുറ്റം ചുമത്തുന്ന സാഹചര്യമല്ലേ ഉണ്ടാവുക? എന്തൊക്കെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുജിയ, തീർച്ചയായും കഴിഞ്ഞ ദിവസം പരിക്ക് പറ്റിയതുമായി ബന്ധപ്പെട്ടാണ് രതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇപ്പോൾ അയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തും. എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ വെച്ചാണ് ഈ പവിത്രൻ മരിച്ചിരിക്കുന്നത്. നേരത്തെ തൃശ്ശൂരിലെ എലൈറ്റ് ആശുപത്രിയായിരുന്നു. പിന്നീട് ഇൻഫെക്ഷൻ വന്നതിനെ തുടർന്ന് എറണാകുളത്തേക്ക് മാറ്റുകയായിരുന്നു. കഴിഞ്ഞ മാസം 2-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ ശാസ്ത എന്ന ബസ്സിൽ നിന്നാണ് അതിലെ കണ്ടക്ടറായ രതീഷ് ചില്ലറ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ബസ്സിന് പുറത്തേക്ക് തള്ളിയിട്ട് അപ്പോൾ തന്നെ വീണ് റോഡിലുള്ള തല കല്ലിലിടിക്കുകയായിരുന്നു. പിന്നീട് രതീഷ് വീണ്ടും വന്ന് ഇയാളെ വീണ്ടും അടിച്ചു, തല വീണ്ടും കല്ലിലേക്ക് ഇടിച്ചു എന്നാണ് മകന്റെ പരാതി. ഏതായാലും ഗുരുതരമായ പരിക്കുകളെ തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീടാണ് കാര്യമായ ഭേദമാകാത്ത സ്ഥിതി വന്നതിനെ തുടർന്ന് അമൃത ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഇനി കൊലക്കുറ്റം ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇയാളെ നിലവിൽ ജാമ്യത്തിൽ വിട്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഇയാളെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കാനായിട്ടാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. 68 വയസ്സാണ് പവിത്രനുണ്ടായിരുന്നത്. ചില്ലറ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ഒരു കൊലപാതകത്തിലേക്ക് എത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നതാണ് ഏറെ ഭയാനകമായൊരു കാര്യം. അത്രയേറെ വയസ്സായ ഒരാളാണ്. അയാളെ ഒരു ചെറുപ്പക്കാരനായ രതീഷ് എന്ന കണ്ടക്ടർ ഇത്തരത്തിലൊരു തർക്കമുണ്ടായ അപ്പോൾ തന്നെ ബസ്സിന് പുറത്തേക്ക് തള്ളിയിടുക എന്നത് അതിക്രൂരമായ ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് അയാൾ ഗുരുതരമായി പരിക്കേൽക്കുന്നതും ഇപ്പോൾ മരണം സംഭവിക്കുന്നതും. സുജയ. ഓക്കെ, ജെയ്സൺ, മറ്റൊരു കാര്യത്തിൽ കൂടി വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ചില്ലറ തർക്കത്തിനിടെ കണ്ടക്ടർ പുറത്തേക്ക് തള്ളിയിട്ടയാളാണ് ഇപ്പോൾ മരിച്ചത്.